അവഞ്ചേഴ്സ് തന്നെയാണ് ഡൂമിനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എൻ ഗെയിം സിനിമയിൽ ടെസറാക്ട് എടുക്കാൻ വേണ്ടി അവഞ്ചേഴ്സ് 2012 പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 സ്റ്റീവ് റോജേഴ്സും 2 ഹൾക്കും 2 ടോണി സ്റ്റാർക്കും അവിടെ ഉണ്ട്. സോ TVA തിയറി പ്രകാരം ടൈം ലൈനിന് ഒരു പുതിയ ബ്രാഞ്ച് കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പ്രസന്റിലെ ടോണി സ്റ്റാർക്കും സ്റ്റീവ് റോജേഴ്സും അവരുടെ തന്നെ പാസ്റ്റിലെ വെർഷനെ നൈസായിട്ട് പൊട്ടന്മാരാക്കി അവരുടെ അന്നത്തെ മിഷൻ തന്നെ തകർക്കുന്നുണ്ട്. അതിനുശേഷം അവർ പ്രസന്റിലേക്ക് തിരിച്ചു വന്ന് തങ്ങളുടെ മിഷൻ വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രസന്റിലെ ടോണി സ്റ്റാർക്ക് തന്റെ മിഷൻ ജയിച്ചു. പക്ഷേ ഇങ്ങേര് മണ്ടനാക്കിയ 2012 അതായത് പാസ്റ്റിലെ ടോണി സ്റ്റാർക്കിന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പാസ്റ്റിലെ ടോണി അന്നത്തെ ദിവസം രാത്രി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ CCTVയിൽ ഒന്ന് എടുത്തു കണ്ടു എന്ന് വിചാരിക്കുക. അന്ന് നടന്ന സംഭവങ്ങൾ കണ്ട് ശരിക്കും പുള്ളിയുടെ കണ്ണ് തള്ളി പോവുകയാണ്. ഒരേ സമയം 2 ഹൾക്കും 2 സ്റ്റീവ് റോജേഴ്സും തന്റെ തന്നെ 2 വെർഷൻ. ഇതൊക്കെ കണ്ട് ടോണി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുള്ളി ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുന്നു. തന്റെ അന്വേഷണത്തിൽ മൾട്ടിവേഴ്സിനെ കുറിച്ചും ടൈം ലൈനുകളെ കുറിച്ചും ഒക്കെ പാസ്റ്റിലെ ടോണിക്ക് ബോധ്യം വരും. ടോണി സ്റ്റാർക്കിന്റെ ബുദ്ധിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ടൈം ലൈൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ടോണി കണ്ടുപിടിക്കുകയും ആദ്യ ടൈം ട്രാവൽ വിജയകരമായി നടത്തുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ TVA സ്വാഭാവികമായിട്ടും ലോക്കിയെ പിടിച്ചോണ്ട് പോയതുപോലെ തന്നെ ടോണിയെയും പിടിക്കുന്നു. പക്ഷേ ടോണി തന്റെ ബുദ്ധി ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കുകയും വൺ ഹൂ റിമൈൻസിനെ കുറിച്ച് അറിയുകയും ചെയ്യുന്നു. അതിനുശേഷം പാസ്റ്റിലെ ടോണി ചെയ്യുന്നത് എല്ലാ യൂണിവേഴ്സുകളിലേക്കും കടന്നു ചെന്ന് എല്ലാ ഗ്യാങ് വേരിയന്റുകളെയും കൊന്നു തള്ളുകയായിരുന്നു. താൻ എത്രയൊക്കെ നല്ലവനായി ജീവിച്ചാലും ഈ മൾട്ടിവേഴ്സിലെ ഒരു മണൽത്തരി മാത്രമാണ് തന്റെ ടെക്നോളജി എന്ന ഈഗോ ടോണിക്ക് വരുന്നു. ഈ ഒരു റിയലൈസേഷൻ കാരണം എല്ലാ മൾട്ടിവേഴ്സുകളിലേക്കും പോർട്ടലുകൾ ഉണ്ടാക്കി ഓരോ മൾട്ടിവേഴ്സിലെയും ടെക്നോളജി ടോണി അടിച്ചു മാറ്റുന്നു. ഇതേ ടെക്നോളജി വെച്ച് തന്റെ അയൺമാൻ സ്യൂട്ട് അപ്ഗ്രേഡ് ചെയ്ത് ടോണി സ്റ്റാർക്ക് പുതിയൊരു പേരങ്ങ് സ്വീകരിക്കുന്നു, ഡോക്ടർ ഡൂം.